എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ധനുമാസത്തിലെ തിരുവാതിര വ്രതത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക്, ഷെയർ, തുടർന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. ഈ വർഷത്തെ തിരുവാതിര ആഘോഷം 2023 ഡിസംബർ 26 രാത്രി 10:22 ആരംഭിച്ച് 27 രാത്രി 11:30 വരെയാണ്. അതിനാൽ തിരുവാതിര വ്രതത്തോടനുബന്ധിച്ചുള്ള രാത്രി ഉറക്കമൊഴിക്കൽ, പാതിരാപ്പൂ ചൂടൽ എന്നീ ചടങ്ങുകൾ 26 രാത്രിയാണ്. സ്ത്രീകൾ അനുഷ്ഠിക്കുന്ന വ്രതമാണ് തിരുവാതിര വ്രതം. വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നത്. ദീർഘമംഗല്യത്തിനും ഭർത്താവിന്റെ ശ്രേയസ്സിനും വേണ്ടിയാണ് സ്ത്രീകൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത്. തിരുവാതിരയെക്കുറിച്ച് പുരാണങ്ങളിൽ പരാമർശിക്കുന്ന ഐതിഹ്യങ്ങൾ എന്താണെന്ന് നോക്കാം. പരമശിവന്റെ ജന്മദിനമായ തിരുവാതിര നാളിലാണ് പാർവതീ പരമേശ്വരന്മാരുടെ വിവാഹം നടന്നതെന്നും ആ സുദിനമാണ് തിരുവാതിര ആഘോഷം ചെയ്യുന്നതെന്നും പറയപ്പെടുന്നു. കൂടാതെ മഹാദേവൻ കാമദേവന് പുനർജന്മം നൽകിയ ദിവസമാണ് തിരുവാതിരയായി ആഘോഷിക്കുന്നതെന്നും പറയപ്പെടുന്നു. അതായത് ദക്ഷ പ്രജാപതിയുടെ മകളായ സതീദേവിയുടെ ആത്മത്യാഗത്തിന് ശേഷം കുപിതനായ ശിവൻ ഒരു ഗുഹയിൽ കഠിന തപസ്സിൽ ഏർപ്പെട്ടു. അക്കാലത്ത് പാർവതീദേവി മഹാദേവനെ ഭർത്താവായി ലഭിക്കാൻ ശിവനെ പൂജിച്ചിരുന്നു. ശിവന്റെ തപസ്സിളക്കാൻ സാധിക്കാതെ വിഷമിച്ച പാർവതീദേവി കാമദേവന്റെ സഹായത്താൽ അദ്ദേഹത്തിന്റെ തപസ്സിന് ഭംഗം വരുത്തുന്നു. ഇതിൽ കുപിതനായ പരമശിവൻ തന്റെ മൂന്നാമത്തെ കണ്ണ് തുറന്ന് കാമദേവനെ ഭസ്മമാക്കുന്നു. തുടർന്ന് രതീദേവിയുടെ അപേക്ഷ പ്രകാരം കാമദേവന് പുനർജന്മം ലഭിക്കുമെന്ന് പരമശിവൻ പറയുന്നു. അങ്ങനെ ആ രതീദേവിയുടെ ആഗ്രഹപ്രകാരം കാമദേവന് പുനർജന്മം നൽകിയ സുദിനമാണ് സ്ത്രീകൾ ആ സന്തോഷത്തോടു കൂടിയിട്ട് ആടിപ്പാടി ആഘോഷിച്ചതായാണ് തിരുവാതിര എന്ന് പറയപ്പെടുന്നു. ദേവനുദിച്ചിടും മുൻപേ കാര്യമെല്ലാം കഴിയണമുന്നി നാമം ചൊല്ലിയേക്കു കണ്ണാരാമ വേഗം വരിക കളിക്കാം കണ്ടാർ മനിനി തുല്യ യശോദ രണ്ടാളെയും എണീപ്പിച്ചു പോയി താരും തോൽക്കുമാ കൊച്ചുകരങ്ങൾ ചാരുഗാത്രി പിടിച്ചു നടന്നു പല്ലോ തെറ്റിച്ചു നാവുവടിച്ചു നെയ്യേ കണ്ണും മുഖവും കഴുകി കൊച്ചു ചൂടായ വെള്ളമൊഴിച്ചു തേച്ചു കങ്കണ ധ്യാന കരത്താൽ അമ്മയോടെ പോടോടി മുകുന്ദൻ നന്നായി തേക്കണവിന്നി കൊട്ടയാകും കറുപ്പെല്ലാം പോയി
നേരം കറുപ്പല്ലോ കണ്ണ ൂടിതന്നിലതല്ലിയാക്കും ആഴിയോ മുന്നി നിന്നിറമല്ലോ എങ്ങും ചാരുത ചാട്ടുന്നതാണ് ഭംഗി തിങ്ങുന്ന നിന്നിറം കൃഷ്ണ അണ്ണന് പരിഷാദിക്കുന്നുണ്ട് വെള്ള പോലെ വെളുത്ത നിറത്താൽ ഏവമമ്മ പറഞ്ഞതു കേട്ടു പാപം കണ്ണനു സമ്മതമായി ഇട്ടരത്തിൽ കളിക്കുന്ന കണ്ണൻ ചിത്തരംഗത്തിൽ നൃത്തമാടേണം ചിത്തരംഗത്തിൽ കളിക്കുന്ന കണ്ണൻ ചിത്തരംഗത്തിൽ നൃത്തമാടേണം ചിത്തരംഗത്തിൽ നൃത്തമാടേണം ചിത്തരംഗത്തിൽ നൃത്തമാടേണം. ധനുമാസത്തിലെ തിരുവാതിരയ്ക്ക് മുൻപുള്ള രേവതി നാൾ മുതൽ തിരുവാതിര വരെയുള്ള 7 ദിവസവും സ്ത്രീകൾ അതിരാവിലെ കുളിച്ച് ശുദ്ധമാചരിക്കുന്നു. ഉച്ചയ്ക്ക് മാത്രം അരിയാഹാരവും രാത്രി പഴങ്ങളും മറ്റുമായി 6 ദിവസവും കഴിച്ചുകൂട്ടുന്നു. തിരുവാതിര നാളിൽ അരിഭക്ഷണം പൂർണ്ണമായി ഉപേക്ഷിച്ച് പഴങ്ങളാണ് അന്നത്തെ പ്രധാന ഭക്ഷണമായി കഴിക്കാറുള്ളത്. കൂടാതെ ശർക്കരയും നാളികേരവും ഒക്കെ ചേർത്ത് കൂവപ്പൊടി കുറുക്കിയതോ കൂവപ്പൊടി കൊണ്ട് അടയുണ്ടാക്കിയതോ കഴിക്കുന്നു. മധ്യ കേരളത്തിൽ തിരുവാതിര പുഴുക്ക് എന്നൊരു വിഭവം ഉണ്ട്. വൻപയർ, നേന്ത്രക്കായ, കൂർക്ക, കാച്ചിൽ, ചേന, ചേമ്പ് എന്നിവ കൂട്ടി വേവിച്ച് നാളികേരവും മുളകും അരച്ചു ചേർത്ത് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ് തിരുവാതിര പുഴുക്ക്. മകയിരം നാളിൽ കത്തിച്ചു വെച്ച നിലവിളക്കിന് മുൻപിൽ എട്ടങ്ങാടി നിവേദിച്ച് സ്ത്രീകൾ കാമദേവനെ പൂജിക്കുന്നു. പിന്നീട് ഗണപതിയെയും സരസ്വതിയെയും സ്തുതിച്ചുകൊണ്ട് തിരുവാതിര കളിച്ചു തുടങ്ങും. പലതരത്തിലുള്ള പാട്ടുകൾ പാടി കളിച്ച് കഴിയുമ്പോൾ സദസ്സിൽ എട്ടങ്ങാടി നൽകുന്നു. ഊഞ്ഞാലാട്ടം, തിരുവാതിരക്കളി മുതലായ വിനോദങ്ങളിൽ ഏർപ്പെട്ട് രാത്രി ഉറക്കമൊഴിക്കുകയും അർദ്ധരാത്രിക്ക് ശേഷം കളി അവസാനിപ്പിച്ച് കുളത്തിലോ പുഴയിലോ കുളിച്ച് പാതിരാപ്പൂവ് ചൂടുന്നു. അതിരാവിലെ, അതായത് ബ്രാഹ്മ മുഹൂർത്തത്തിൽ എന്ന് തന്നെ പറയാം, സ്ത്രീകൾ വെള്ളത്തിൽ തുടിച്ചുകുളി കഴിഞ്ഞ് ശിവക്ഷേത്ര ദർശനം ചെയ്ത ശേഷം തിരുവാതിര പുഴുക്ക് ഉണ്ടാക്കുന്നു. തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായി സ്ത്രീകൾ 108 വെറ്റില മുറുക്കുക എന്നൊരു ചടങ്ങും പതിവുണ്ട്. പണ്ടുകാലത്ത് പഴയ തറവാടുകളുടെ നടുമുറ്റത്ത് സുമംഗലിമാരായ സ്ത്രീകളും കന്യകമാരും അരിപ്പൊടി കലക്കി അണിഞ്ഞ് അമ്മിക്കല്ലിനെ അർദ്ധനാരീശ്വര സങ്കല്പത്തിൽ വെക്കുകയും വിളക്ക് ഗണപതിയായി സങ്കല്പിച്ച് പൂജ നടത്തുകയും ചെയ്തിരുന്നു. എല്ലാ സ്ത്രീകളും കുങ്കുമം, ചന്ദനം, ചാന്ത എന്നിവ നെറ്റിയിൽ തൊട്ട് കണ്ണെഴുതി 3 വെറ്റിലയും
പൂജാപുഷ്പങ്ങളും കൊണ്ട് അർദ്ധനാരീശ്വരൻ, ഗണപതി എന്നിവരെ പൂജിച്ചിരുന്നു. തുടർന്ന് അരുന്ധതി ദേവിയെ പ്രാർത്ഥിച്ച് നെടുമംഗല്യത്തിനും ദീർഘമംഗല്യത്തിനും ആയി പ്രാർത്ഥിച്ച് തിരുവാതിരക്കളി ആരംഭിക്കുന്നു. വിവാഹത്തിന് ശേഷം വരുന്ന ആദ്യത്തെ തിരുവാതിര പൂത്തിരുവാതിര എന്നാണ് അറിയപ്പെടുന്നത്. വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയുടെ വീട്ടിൽ സ്ത്രീകൾ എല്ലാവരും കൂടെ സന്ധ്യയാവുമ്പോൾ ഒത്തുചേർന്നാണ് മേൽപ്പറഞ്ഞ ചടങ്ങുകളെല്ലാം ചെയ്യുന്നത്. തിരുവാതിര വ്രതത്തിൽ പാതിരാപ്പൂ ചൂടുക എന്നത് വളരെ വിശേഷപ്പെട്ട ഒന്നാണ്. തിരുവാതിര നക്ഷത്രം രാത്രിയിൽ വരുന്ന ദിവസമാണ് ഉറക്കമൊഴിക്കേണ്ടത്. ഇതിന് ആർദ്ര ജാഗരണം എന്നാണ് പറയാറുള്ളത്. മംഗല്യവതികളായ സ്ത്രീകൾ ഓം ശിവശക്തിക്ക് രൂപിണ്യേ നമഃ എന്ന മന്ത്രം 108 തവണ ജപിക്കുന്നത് ദാമ്പത്യ ക്ലേശങ്ങൾ അകലുവാനും കുടുംബ ഭദ്രതയ്ക്കും നല്ലതാണ്. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം, ശിവസഹസ്രനാമം, ശിവപുരാണം, ഉമാമഹേശ്വര സ്തോത്രം എന്നിവ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്നവർ പാരായണം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ധനുമാസത്തിലെ തിരുവാതിര ഏറെ പ്രസിദ്ധമാണെങ്കിലും തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ പ്രാദേശികമായി പല വ്യത്യാസങ്ങളും കാണാറുണ്ട്. എന്തായാലും സ്ത്രീകളുടെ ആഘോഷമായ തിരുവാതിര വ്രതം അനുഷ്ഠിക്കുന്ന എല്ലാവർക്കും പാർവതീ പരമേശ്വരന്മാരുടെ അനുഗ്രഹമുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ സമർപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.